രാഹുലെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ വിഷയങ്ങളെക്കാളേറെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. ദളപതി വിജയ്, അതായത് സി ജോസഫ് വിജയ് അധികാരത്തിലെത്തുമോ എന്നുള്ളതായിരുന്നു നമുക്കറിയാവുണ്ടായിരുന്നു. ഗവർണറുടെ പിടിവാശികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ അദ്ദേഹം ഒഫീഷ്യലി ഓഫീസിലെത്തി. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ 3-ാം ദിവസമാണ്. ഇന്ന് സ്കൂളുകളുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള മദ്യശാലകളെല്ലാം ഉടനടി പൂട്ടണം എന്നൊരു ഓർഡർ അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു സമ്പൂർണ്ണ മദ്യനിരോധിത തമിഴ്നാട്. അതിൻ്റെ ആദ്യപടിയാണോ ഈ നീക്കം? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലും ഉറ്റുനോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു തമിഴ്നാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സർവേ പോലും പ്രവചിച്ചിരുന്നില്ല വിജയുടെ TVK പാർട്ടി വിജയിക്കുമെന്നൊരു സാഹചര്യം. പക്ഷേ അതിനെല്ലാം അപ്പുറമായിരുന്നു ജനവികാരം എന്ന് പറയുന്നത്. അത് ആരും കാണാതെ പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. വിജയ് വലിയൊരു ഭൂരിപക്ഷത്തിലാണ് തമിഴ്നാട്ടിൽ വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ തന്നെ വിജയ് ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് BJP വന്നിരുന്നു. അതിനുശേഷമാണ് സി ജോസഫ് വിജയ് എന്ന് പറയുന്ന ഫുൾ പേരിൽ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ പോകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജോസഫ് വിജയ്, നമുക്കറിയാം വിജയ് ഒരു മാസ് കഥാപാത്രമായി പല സിനിമകളും അവതരിപ്പിച്ചിട്ടുണ്ട്. വിജയുടെ എല്ലാ സിനിമകളിലും വിജയ് ഒരു രക്ഷകനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കാവൽക്കാരനായിട്ടാണ്, ഒരു ജനനായകനായിട്ടാണ് വിജയ് അവതരിപ്പിക്കുന്നത്. ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാസ് പ്രതീതി വിജയ്ക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. ഇപ്പോൾ തുപ്പാക്കി പോലുള്ള സിനിമയാണെങ്കിലും അതേപോലെ തന്നെ ജോസഫ് വിജയ് എന്ന് പറയുന്ന തെറി സിനിമയിലാണ് തോന്നുന്നത് വിജയ്ക്ക് ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ജോസഫ് കുരുവിള എന്നുള്ള രീതിയിലേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സിനിമ, 2 ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു ക്യാരക്ടറിന് വിജയ് എന്നും ഒരു ക്യാരക്ടറിന് ജോസഫ് എന്നുമായിരുന്നു. പേര് കൂട്ടിച്ചേർക്കാനായിട്ട് ജോസഫ് കുരുവിള വിജയ്. അപ്പോൾ അങ്ങനെയാണ് വിജയെ പലപ്പോഴും നമ്മൾ സിനിമയിലൂടെ കണ്ടുള്ളത്. യഥാർത്ഥത്തിൽ സിനിമയിലൂടെ കണ്ട വിജയ് ആയിരിക്കുമോ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള പ്രതീതി പലർക്കും ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയൊക്കെ ശരിക്കും സിനിമാറ്റിക് ആയിരുന്നു, ഒരു ബാഹുബലി എഫക്റ്റ് ആയിരുന്നു. അതെ, ബാഹുബലി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം എന്നും ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ്. എത്രയോ സിനിമാ നടന്മാരും സിനിമയിൽ ജീവിതം ഉണ്ടായിരുന്ന ആളുകളും പാർട്ടിയെ ഒരു നേതാക്കന്മാരായിട്ട് MGR, ശരത് കുമാർ, ജയലളിത തുടങ്ങി ഇപ്പോ കമലഹാസൻ വരെ ഒരു പാർട്ടി രൂപീകരിക്കുന്ന പാർട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. അവരുടെ പിന്തുണ വെച്ചൊരു പാർട്ടി. അപ്പോൾ വിജയെ സംബന്ധിച്ച് വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും ആദ്യ തവണ മത്സരിപ്പിക്കുന്നു, പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തോറ്റുപോകും, വിജയ് മാത്രം ജയിച്ചാലായി എന്നുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ വിജയുടെ പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളല്ല, വലിയ ഭൂരിപക്ഷത്തിൽ ആളുകൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 108 സീറ്റുകൾ. തമിഴ്നാടിനെ സംബന്ധിച്ച് എപ്പോഴും ജാതി രാഷ്ട്രീയം പറയുന്നൊരു സംസ്ഥാനമാണ് തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ മുക്കിലും മൂലയിലും വരെ ജാതി രാഷ്ട്രീയം നിഴലിച്ച് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഉണ്ടാകുന്ന പാർട്ടികളിൽ പോലും ഈ ജാതി രാഷ്ട്രീയം നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. പക്ഷേ വിജയെ സംബന്ധിച്ച് 28ഓളം MLA-മാർ ദളിത്, അത് സംവരണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അല്ലാത്ത മണ്ഡലങ്ങളിൽ ഈ ദളിത് വിഭാഗത്തിനൊന്നും സീറ്റ് കൊടുക്കാറില്ല. പക്ഷേ വിജയെ സംബന്ധിച്ച് 28ഓളം ആളുകളാണ് ഇതിനപ്പുറത്തേക്ക് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു വിജയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ഈ അടിച്ചമർത്തപ്പെട്ട ജനതയെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലൂടെ മൊത്തത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വിജയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഡോക്ടർ അംബേദ്കറിന്റെ ഒരു ചിത്രവുമായിട്ട് വിജയ് നിൽക്കുന്ന ഒരു ഫോട്ടോ. അദ്ദേഹത്തിന്റെ യാത്രയിൽ തന്നെ വിജയ് അംബേദ്കറുമായിട്ടുള്ള ചിത്രത്തിൽ മാലയൊക്കെ ഇട്ട് അത് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെയല്ല, എന്താണ് ഭരണഘടന എന്ന് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ വിജയുടെ തന്നെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്ന ഒരു രീതി. ഇപ്പോൾ മദ്യമാണെങ്കിലും നമുക്കറിയാം ലഹരി മരുന്നാണ് ഇന്ന് കേരളത്തെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വലിയൊരു ഫാക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിജയുടെ പ്രകടന പത്രിക. അത് ഇലക്ഷനെ നല്ല രീതിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാ കുടുംബങ്ങൾക്കും വർഷത്തിൽ 6 ഗ്യാസ് സിലിണ്ടർ സൗജന്യം.
അതായത് വൃദ്ധർക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 2500 രൂപ വെച്ച് എല്ലാ മാസവും പെൻഷൻ, വർഷത്തിൽ ഇത്ര രൂപ പെൻഷൻ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1500 രൂപ പെർ മന്ത്. പിന്നെ ഇവിടെ കോൺഗ്രസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള സൗജന്യ ബസ് യാത്ര, അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ മദ്യ നിരോധനം. നമുക്കറിയാം തമിഴ്നാട്ടിൻ്റെ പല പ്രദേശങ്ങളിലും മദ്യം ഒരു വലിയ വിഷയമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരേക്കും മദ്യ ദുരന്തം ഉണ്ടായതാണ്, ഒരു വർഷം മുൻപ് വരേക്കും. പിന്നെ സമ്പൂർണ്ണ ഡ്രഗ് ഫ്രീ സൊസൈറ്റി, അതായത് അതിനുള്ള സ്ക്വാഡ്, ഫസ്റ്റ് ഡേ അതിനുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമുക്കറിയാം. ഗ്യാസിന്റെ സംഭവം സൗജന്യമായി, കറണ്ട്, ഇതെല്ലാം പറയുമ്പോഴും എന്തുകൊണ്ടാണ് DMK സൈലന്റ് ആയിട്ടിരുന്നത്? DMKയിൽ MK സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യമുണ്ടാകും, 6 മാസം നിങ്ങൾ ഭരിക്കട്ടെ, ഭരണം കണ്ടതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം. BJP-ക്കാർ കളിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, ഇപ്പോൾ ഗവർണർ ആദ്യവട്ടം ചൊല്ലുന്നു, കളിയാക്കി വിടുന്നു, 2ാം വട്ടം ചെല്ലുന്നു, കളിയാക്കി വിടുന്നു. അപ്പം തമിഴ്നാട് രാഷ്ട്രീയത്തിനെ കളിയാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ DMK ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ തൊഴുത്തിൽ കുത്തുമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വരില്ല, നിങ്ങൾക്ക് അധികാരത്തിൽ ഏൽക്കാനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. അതായത് ഗവർണർ വീണ്ടും ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്രയും വലിയ അംഗസംഖ്യയുമായിട്ട് വന്നതിന് ശേഷവും BJP നല്ല രീതിയിൽ കളിച്ചിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ BJP-ക്ക് വലിയ രീതിയിൽ ഒന്നും നേടാൻ കഴിയാതെ പോയൊരു മണ്ഡലമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനമായിട്ട് എപ്പോഴും തമിഴ്നാട് മാറുന്നൊരു കാലഘട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ പോലും 3 MLA-മാരെ ഉണ്ടാക്കാൻ കഴിയുമ്പോഴും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പച്ച തൊടാതെ പോകാൻ കഴിയുന്ന BJP-യെ പറ്റി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ BJP-ക്ക് തമിഴ്നാടിനേക്കാൾ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അണ്ണാമലയെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ടും നിലം തൊടാതെ പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. തോൽവി മണക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പച്ച തൊടാതെ നിൽക്കുന്ന അണ്ണാമലയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വിജയ് വരുന്നു, വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് തമിഴ്നാട് ജനതയ്ക്കുള്ളിൽ. ആദ്യം തന്നെ വിജയ് ഇപ്പോൾ ചെയ്യുന്നത് മദ്യനിരോധനമാണ്. അതായത് സ്കൂളുകൾ, അതേപോലെ ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ, ഇതിൻ്റെയൊക്കെ 500 മീറ്ററിനുള്ളിലുള്ള എല്ലാ മദ്യശാലകളും പൂട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. വലിയൊരു ഇമ്പാക്റ്റാണ് ജനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഗ്യാസ് സിലിണ്ടർ, അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ തുക, പെൻഷൻ, ഇതെല്ലാം 6 മാസം കൊണ്ട് DMK എന്താണെങ്കിലും ശ്രദ്ധിച്ച് കാതോർത്തിരിക്കുകയാണ്. വിജയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കടന്നാക്രമിക്കാനായിട്ട് തക്കം പാർത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്തുണ്ട് എന്നുള്ള ബോധ്യം വിജയ്ക്കുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നലെ വിജയ് MK സ്റ്റാലിനെ കാണാൻ പോയ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചാണ് സ്വീകരിക്കുന്നത്. വളരെ മാന്യമായുള്ള സമീപനം 2 വശത്തുനിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇവർക്ക് കുടുംബപരമായി ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു കെട്ടുറപ്പ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? അല്ല, അതിൻ്റെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും പോരാടുന്നത് BJP-ക്കെതിരെയാണ്. BJP ആണ് ഇവർ 2 പേരുടെയും വർഗശത്രു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വർഗശത്രു എന്ന് പറയുന്നത് BJP ആണ്. പക്ഷേ കാലാകാലങ്ങളായിട്ടുള്ള സംഘർഷങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അടിത്തട്ടിൽ ഈ സംഘർഷങ്ങൾ ഇന്നും നിഴലിച്ച് കാണും. കാരണം രക്തസാക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ BJP-ക്ക് അപ്പുറത്തേക്ക് ഇവർ തമ്മിലാണ് വലിയ രീതിയിലുള്ള ശത്രുതാ മനോഭാവം ഉള്ളത്. പക്ഷേ TVK എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ രൂപീകരിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും സഹകരണ മനോഭാവത്തിൽ പോകുമ്പോൾ തിരിച്ചും ആ സഹകരണ മനോഭാവം DMK-യും കൊടുക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. പക്ഷെ BJP-യോട് വ്യക്തമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ BJP-യോടുള്ള വിയോജിപ്പ് TVK എടുത്ത് പറയുന്നുണ്ടെന്നാണ് ഈ ഇപ്പം നമുക്കറിയാം. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് പോരാടുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട ഒരാളായിരുന്നു വിജയ് എന്ന് പറയുന്നത്. വിജയുമായിട്ട് ഇതിനു മുമ്പോട്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ട്. വിജയ് മുഖ്യമന്ത്രി ആകുന്ന വേളയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തുന്ന വിജയെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് ഷാൾ അണിയിക്കുന്ന, അതെ, വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും DMK-യോട് പോലും പറയാതെ ആദ്യമേ ചെന്ന് ജയിച്ചുടനെ TVK-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുക നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ താല്പര്യം, ഇപ്പോൾ KC വേണുഗോപാലിനാണെങ്കിലും കുറച്ചുകൂടെ താല്പര്യം വിജയോടാണ് DMK-യേക്കാൾ കൂടുതൽ. കാരണം DMK എന്ന് പറയുന്നത് എപ്പോഴും കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബായി ബന്ധമാണ്. ഇടതുപക്ഷത്തോട് പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ എപ്പോഴും
ചേട്ടൻ അനിയൻ ബന്ധങ്ങളാണ് എപ്പോഴും അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ കോൺഗ്രസിനെ കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ കഴിയുന്നതും കുറച്ചുകൂടെ ബന്ധപ്പെടാൻ കഴിയുന്നതും ടി വിക്ക് ആയതുകൊണ്ട് വിജയിയോട് കുറച്ചുകൂടെ അനുഭാവ രൂപത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഗുണമായിട്ട് തന്നെ വരും. പ്രായോഗിക രാഷ്ട്രീയം അതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാവരെയും കൂടെ കൂട്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്? അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയമാണ്. എല്ലാവരും തമ്മിൽ തല്ലുള്ളതും തൊഴുത്തിൽ കൂത്തുള്ളവരുമാണ്. ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ നേരിടാൻ, ബി ജെ പി പ്രായോഗിക രാഷ്ട്രീയമാണല്ലോ എപ്പോഴും വർഗീയ പ്രായോഗിക രാഷ്ട്രീയം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളുകളെ പണം കൊടുത്തും എന്തു കൊടുത്തും വസ്തുക്കൾ അധികാരങ്ങൾ കൊടുത്ത് നമുക്ക് തന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് ഇതിന് ശേഷം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടി ഉണ്ട്. ഇന്നലെ തോൽവി, അതായത് 3 സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ സീറ്റിന്റെ പരിഹാസത്തെ, കേരള മുഖ്യമന്ത്രിയുടെ പരിഹാസത്തോടൊപ്പം തന്നെ അവരുടെ മുൻ നേതാവ്, അതായത് സംസ്ഥാന പ്രസിഡന്റ് വർഗീയപരമായ ഒരു പരാമർശം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള വർഗീയതയെ കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പോലെ സമാധാനമായിട്ടിരിക്കാൻ തോന്നുന്നില്ല. എന്താണ് വർഗീയത ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ജോസഫ് വിജയ് എന്ന ക്രിസ്ത്യാനിയെയാണ് നിങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ അതൊന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ല. ബി ജെ പി എന്താണെങ്കിലും ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജി തമിഴ്നാട് വർക്കൗട്ട് ആവില്ല.